ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മളുടെ ചാനലിൽ റീഡിംഗ് ഉണ്ടായിരുന്നില്ല. ഞാനത് കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും കുറച്ച് പേരൊക്കെ അത് കണ്ടില്ല എന്ന് തോന്നുന്നു. എന്നോട് വാട്സപ്പിനകത്ത് വന്ന് എൻക്വയറി ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ നമ്മളുടെ റീഡിംഗ് മുടക്കാറില്ല. എല്ലാ ദിവസവും ഡെയിലി ആ ഒരു നൈറ്റ് ടൈം ആകുമ്പോഴാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. ആ ഒരു 10 മണിക്ക് ശേഷമാണ് പലപ്പോഴും വീഡിയോ ഇടാനായിട്ട് എനിക്ക് സാധിക്കുന്നത്. എങ്കിലും ഞാനത് എത്ര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യം മിസ് ചെയ്യാതെ ഇട്ട് പോകുന്നതാണ്. കാരണം നമ്മളുടെ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നുള്ളത് അറിയാം. അപ്പോൾ വല്ല മാസത്തിലൊക്കെ ഒരിക്കൽ ഇതുപോലെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു അർജൻസി വരുമ്പോൾ മാത്രമാണ് അത് ഒഴിവാക്കേണ്ടുന്ന ഒരു ഘട്ടം വരുന്നത്. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് വിഷമമാണ് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഒരുപാട് പേര് കമൻസിലൂടെ ആണെന്നുണ്ടെങ്കിലും നേരിട്ടാണെന്നുണ്ടെങ്കിലൊക്കെ എന്ത് പറ്റിയെന്ന് അന്വേഷിച്ചിരുന്നു, മിസ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ എനിക്കും നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തു കേട്ടോ. കാരണം നമ്മൾ വീഡിയോ ഇടുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസ് അത് റെസനേറ്റ് ആയോ, എന്താണ് അവസ്ഥ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളും ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഇല്ലാതെ ആയപ്പോൾ എനിക്കും ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ അസുഖമായിരുന്നോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അസുഖമായിട്ടല്ല, വ്യക്തിപരമായിട്ടുള്ള വേറെ ചില കാര്യങ്ങളുള്ളത് കൊണ്ട് സമയം കിട്ടാഞ്ഞതാണ്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കാണാതിരിക്കുമ്പോൾ എവിടെ പോയി എന്ന് അന്വേഷിക്കാൻ ഒരാളെങ്കിലും ഈ ഒരു ഭൂമിയിൽ ഉണ്ടാവുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് പേര് നമ്മളെ വിളിച്ച് അന്വേഷിക്കുന്നു, എന്ത് പറ്റിയെന്ന് തിരക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ മിസ് ചെയ്തു എന്നൊക്കെ പറയുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. നമ്മളുടെ ഈ ഒരു ചാനലിലും അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോസിനും നിങ്ങൾ തന്ന ഒരു സപ്പോർട്ടാണ് നമ്മളെപ്പോഴും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സിനോടും അതുപോലെ തന്നെ റെഗുലർ വ്യൂവേഴ്സിനോടും നമ്മളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പാസ്റ്റിൽ ഈ ഒരു പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്നത്, അതുപോലെ തന്നെ പ്രസൻറ്റിൽ എന്താണ് ഇപ്പോൾ ഇവരുടെ അവസ്ഥ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അതുപോലെ തന്നെ നിങ്ങളെല്ലാം അവരെങ്ങനെയാണ് നോക്കിക്കാണുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ അറിയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയാം. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ വളരെയധികം ഒരു മൈൻഡ് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതായത് ഇവർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊന്നും നമുക്ക് യാതൊരു പിടിയുണ്ടാവില്ല. പിന്നെ ചില കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിച്ച ശേഷം അവർ തന്നെ ചിലപ്പോൾ അത് ട്വിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് അവരുടെ ഒരു എന്താ പറയുന്നത്, അവരുടെ ഒരു തിങ്കിങ് എന്താണ്, അവർ ഏത് രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് അവരുടെ മനസ്സ് എന്നൊക്കെ ഒരു പിടിയും കിട്ടാത്ത തരത്തിലുള്ള വ്യക്തികളായിരിക്കും. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഏജ് വൈസോ അല്ലെങ്കിൽ ഇവരുടെ ഒരു ക്യാരക്ടർ വൈസൊക്കെ ഒരുപാട് മെച്ചോർഡായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്ന, ആ ഒരു രീതിയിൽ തീരുമാനമൊക്കെ എടുക്കുന്ന, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അതുപോലെ തന്നെ ഇവരെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു പാസ്റ്റ് സൈഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അപ്പോഴും ഇവർക്കൊരു സുപ്പീരിയോറിറ്റി നേച്ചർ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു വ്യക്തി തന്നെയാണ്. അതായത് അവർക്ക് അവരിൽ വളരെയധികം കോൺഫിഡൻസ് ഉള്ള, മറ്റുള്ളവരെക്കാൾ ഞാൻ മികച്ചു നിൽക്കുന്നു എന്ന് കരുതുന്ന ഒരു വ്യക്തി തന്നെയാണ്. മേ ബി നിങ്ങളോട് അവരത് പറഞ്ഞിട്ടുണ്ടാവാം. അതായത് നമ്മൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്ന പോലെ തന്നെ ആ ഒരു സുപ്പീരിയോറിറ്റി പല കാര്യങ്ങളിലും ഉള്ള ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ മറ്റുള്ളവരെ വിമർശിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ അംഗീകരിച്ച് കൊടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി ചിലപ്പോൾ ഒരുപാട് മേൽക്കോയ്മ ചെയ്തിട്ടുണ്ടാവാം. അതായത് പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയില്ലെന്നോ അല്ലെങ്കിൽ നിങ്ങൾ അവരെക്കാൾ താഴെയാണെന്നോ ഒക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരു പ്രകൃതമായിരിക്കാം. കാര്യം ഇവർക്ക് നിങ്ങളോട് ഇഷ്ടവും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ആ ഒരു ഡൊമിനേറ്റിംഗ് പവർ നിലനിർത്തുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ ഇവർ സൊസൈറ്റിയിലാണെന്നുണ്ടെങ്കിലും ഏതൊക്കെയോ രീതിയിൽ മുൻപിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ ഫിനാൻഷ്യലി നല്ല ബാക്ക്ഗ്രൗണ്ടുള്ള, ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കരിയർ വൈസ് അവർ കുറച്ച് ഉയർന്നു നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. മേ ബി ചിലവരെ സംബന്ധിച്ച് ഒരു സോഷ്യൽ മീഡിയ പേഴ്സൺ, കുറച്ച് പേര് തിരിച്ചറിയുന്ന ഒരു വ്യക്തി, അങ്ങനെയൊക്കെയുള്ളൊരു പേഴ്സൺ ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ചിലപ്പോൾ ഒരു ഹെഡ് വെയ്റ്റ് അല്ലെങ്കിൽ ഒരു അഹങ്കാരമൊക്കെ കുറച്ചുള്ളൊരു പേഴ്സൺ തന്നെയാണ്.
ചില സമയത്ത് അവർക്ക് പൂർണ്ണമായിട്ടും അറിവില്ലാത്ത തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും എല്ലാം അവർക്ക് അറിയുന്നൊരു രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നും അങ്ങനെ പെട്ടെന്ന് സമ്മതിച്ച് തരാനായിട്ട് മനസ്സുള്ളൊരു പേഴ്സൺ ആയിരിക്കില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പാസ്റ്റ് സൈഡ് നോക്കുമ്പോഴും അവരുടെ ക്യാരക്ടറിനൊന്നും വലിയ ചേഞ്ച് വന്നിട്ടില്ല. അവർ ഇതുപോലെ തന്നെയുള്ളൊരു ക്യാരക്ടറായിരിക്കും ആ ഒരു പേഴ്സൻ്റെ. പക്ഷേ അവർക്ക് നിങ്ങളോട് ഒരുപാട് താല്പര്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തൊരു സമാധാനം കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻ്റ് എന്നുള്ള രീതിയിൽ കാണുന്ന ഒരു സംഭവം തന്നെയായിരുന്നു നിങ്ങൾ. ചിലപ്പോൾ അവരത് നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, കാരണം ഇവരെ സംബന്ധിച്ച് ഇവരാണ് എപ്പോഴും സുപ്പീരിയർ, അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ളവരുടെ മുൻപിൽ നിൽക്കാനാണ് ഇഷ്ടം. എങ്കിൽ കൂടിയും അവരുടെ മനസ്സിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ഒരു ലക്കി ചാം, അല്ലെങ്കിൽ അവർക്ക് ഒരു കിട്ടിയൊരു മുതൽക്കൂട്ടാണ് എന്ന് തന്നെ കരുതിയിട്ടാണ് അവർ മനസ്സിൽ കൊണ്ടു നടന്നിരുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോയിരുന്നൊരു സമയത്തും ഇവർ ആ ഒരു മൈൻഡ് ഗെയിമൊക്കെ കളിച്ച് നിങ്ങളെ ചിലപ്പോൾ വിഷമിപ്പിച്ചിട്ടുണ്ടാവാം, ഒരുപാട് പെയിൻ തന്നിട്ടുണ്ടാവാം. നമ്മൾ ഈ ഒരു പൂച്ചെലിയെ തട്ടിക്കളിക്കുക എന്ന് പറയില്ല, ആ ഒരു രീതിയിൽ ചിലപ്പോൾ നിങ്ങളെ പെയിൻ ആക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഇമോഷണലി ഡൗൺ ആക്കുന്ന രീതിയിലൊക്കെ പെരുമാറിയിട്ടുണ്ടാവാം. പിന്നെ അവർ ചിലപ്പോൾ അതിന് സോറി പറയുക, അല്ലാന്നുണ്ടെങ്കിൽ തമാശയ്ക്ക് വേണ്ടി ചെയ്താണെന്നൊക്കെ പറയുന്ന തരം ആറ്റിറ്റ്യൂഡൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുത്താനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഇവരുടെ ഒരു ക്യാരക്ടർ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവരുടെ എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രോബാക്ക് സഹിക്കാനായിട്ട് നിങ്ങൾ ചിലപ്പോൾ തയ്യാറായിരിക്കും, അല്ലെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് വലിയ ഇഷ്യൂ ആയിട്ടുള്ള കാര്യമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ടത്, അല്ലെങ്കിൽ എനർജി ചിലവഴിച്ചിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ്. ഇത് മാക്സിമം ഏറ്റവും നല്ല രീതിയിൽ അവസാനം വരെ പോകണം എന്നുള്ളത് ഈ ഒരു വ്യക്തിയേക്കാൾ കൂടുതലായിട്ട് നിങ്ങളാണ് ആഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് അതിനുള്ളൊരു എനർജി ചിലവഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഇതൊരു തീർത്തും നോ കോണ്ടാക്റ്റിലേക്ക് പോയിട്ടുണ്ടാവാം. രണ്ട് പേരും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല എന്നുള്ളൊരു രീതിയിൽ പോയിട്ടുണ്ടാവാം. ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിലായിരിക്കാം വന്നിട്ടുണ്ടാവും. അതായത് വല്ലപ്പോഴും ഈ ഒരു പേഴ്സൺ മെസ്സേജ് ഇടുക, അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ വരിക, അല്ലെങ്കിൽ ഇഷ്ടമുള്ളപ്പോൾ പോവുക എന്നുള്ളൊരു രീതിയിലായിരിക്കാം മുന്നോട്ട് പോയിട്ടുണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ താളം തെറ്റിപ്പോയി, അല്ലെങ്കിൽ അതിന് വളരെയധികം ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ട് മാറിയ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു തടസ്സമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് വന്ന് ഇത് മാക്സിമം കുളമാക്കിയിട്ട് പോയിട്ടുണ്ടാവുന്നത് ഭൂരിഭാഗം വ്യക്തികൾക്കും നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ആ ഒരു മെജോറിറ്റി എനർജി അത് തന്നെയാണ്. ഇവരുടെ ഒരു പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. അതായത് മേ ബി നിങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ ഇവരുടെ ലൈഫിനകത്തുള്ള വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ ഇവരുടെ ഒരു ഫാമിലി മെമ്പർ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ കൂടെ പഠിച്ചിരുന്ന വ്യക്തി, നേരത്തെ അറിയുന്ന ഒരു പേഴ്സൺ, ചിലപ്പോൾ ഇടക്കാലത്ത് വെച്ച് ഒരുപാട് നാളുകൾക്ക് ശേഷം കയറി വന്നിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ളൊരു ന്യൂ എൻട്രി നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അത് ആ ഒരു പേഴ്സണ് ചിലപ്പോൾ നേരത്തെ തന്നെ അറിയുന്നതും, അല്ലെങ്കിൽ നിങ്ങളുള്ളപ്പോൾ നിങ്ങൾക്കും അറിയായിരിക്കാം അങ്ങനെ ഒരു വ്യക്തി ഉണ്ട് എന്നുള്ളത്. പക്ഷേ അവരുടെ ഒരു ഉപദ്രവം, അല്ലെങ്കിൽ അവർ ഇതിനകത്ത് ഒരു ഭീഷണിയായിട്ട് മാറിയിട്ടുണ്ടാവുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഘട്ടം കഴിഞ്ഞൊരു സമയത്തായിരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇത് ഒരു പ്രണയബന്ധമോ അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പോ തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ ഫിനാൻഷ്യലായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഈ ഒരു വ്യക്തിയായിട്ട് ഉണ്ടാവുന്ന തരത്തിലുള്ള ഒരു എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ ഇവർ എന്തിൻ്റെങ്കിലും പേരിലാണെന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങളുടെ പേഴ്സണെ മാനസികമായിട്ട് ഒരുപാട് ഹേർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറ്റുന്ന തരത്തിലുള്ളൊരു എനർജി ആയിരിക്കാം. ഇപ്പോൾ അവരുടെ ഒരു ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അഡ്വൈസ് കൊടുത്ത് ഇവരുടെ ഒരു മൈൻഡ് ചേഞ്ച് ആക്കാൻ കഴിവുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് നമ്മൾക്ക് പൂർണ്ണമായിട്ടും ഒരു പ്രണയമാണ്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് കയറി വന്നിട്ടുള്ളത് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയുടെ റീ എൻട്രി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരുപാട് സ്പോയിൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ മൈൻഡിനകത്ത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ കൂടുതലും നിങ്ങളുടെ പേഴ്സണേക്കാൾ അനുഭവിച്ചിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ആ ഒരു സമയത്ത് ഇരുന്നത് എന്നുള്ളത് നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും ഏറ്റവും കൂടുതലൊരു മാനസിക പ്രയാസം, അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഒക്കെ സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾക്കാണ്. കാരണം നിങ്ങൾ ഒരുപാട് ആങ്സൈറ്റിയോടുകൂടി മുന്നോട്ട് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഡിപ്രസ്ഡ് ആയി പോയിട്ടുണ്ടാവാം. ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്തായി തീരും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ളൊരു സംഭവം, ഈ ഒരു വ്യക്തിയുടെ ഒരു എൻട്രി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ഒരിക്കലും ലൈഫിൽ പ്രതീക്ഷിച്ചിട്ടില്ല. സോ നിങ്ങളുടെ പേഴ്സൺ ഒരു മൈൻഡ് ഗെയിം കളിക്കുന്ന ഒരു പേഴ്സണും കൂടി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല.
നിങ്ങളെയും കൂടി കുഴപ്പിക്കുന്ന തരത്തിൽ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. അതായത് ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളായിട്ട് ഈ ഒരു പേഴ്സണോട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു റിപ്ലൈ ആയിരിക്കില്ല ആൾ മടക്കി തരുന്നത്, അല്ലെങ്കിൽ അത് വേറെ രീതിയിലേക്ക് റൂട്ട് തിരിച്ച് വിടുന്നുണ്ടാവാം. അപ്പോൾ ആകെ മൊത്തം നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ പേഴ്സൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് കണ്ടിട്ടുള്ള ഒരു തേർഡ് ഫാക്ടർ ആയിക്കോട്ടെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് സ്ട്രെസ് ചെയ്യിച്ചതായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തി കൂടുതലായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചിലപ്പോൾ അവർ ഈ ഒരു റിലേഷൻഷിപ്പ് ക്വിറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവാം, ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് മാറിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വേറെ ചില വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പഴയതുപോലെ ഇനി സംസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ആൾ തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോമിസസ് ഒക്കെ കീപ്പ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടാവാം. അതായത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ പണ്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അവരുടെ ഒരു മനസ്സിനകത്താണെങ്കിൽ പോലും അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടൊക്കെ തന്നെയാണ് അവർ നിങ്ങളെ കാണുന്നത്. പക്ഷേ എങ്കിൽ കൂടിയും ആ ഒരു സമയത്ത് അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രോമിസസോ അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റോ ഒന്നും അവർക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾക്കിടയിലേക്ക് വന്നതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫിൻ്റെ താളം തെറ്റി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടാണെങ്കിൽ കൂടിയും, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർ വളരെ ഹാഷായിട്ട് തന്നെ സംസാരിച്ച് നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളവരുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരെയും ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളാണ് കൂടുതൽ വിഷമിച്ചതെങ്കിൽ കൂടിയും ആ ഒരു പേഴ്സണും ഒരുപാട് സ്ട്രെസ്ഡ് ആയിരുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ പലർക്കും ഈ ഒരു സെപ്പറേഷനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇത്തരത്തിലൊരു താളം തെറ്റിന് തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായിട്ടുണ്ടാവാം. ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് പോന്നിരിക്കുകയായിരിക്കാം. പക്ഷേ ഇവിടെ നിങ്ങളുടെ ഒരു എനർജിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ആ ഒരു സിംഗിൾ എനർജി എന്ന് വേണമെങ്കിൽ പറയാം, ആ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി നിങ്ങൾ പോലും അറിയാതെ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം നേരത്തെ നിങ്ങൾ കൂടുതലും ഈ ഒരു റിലേഷൻഷിപ്പിനകത്താണ് ഫോക്കസ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ മൈൻഡ് എങ്ങനെയാണോ, അവർ സന്തോഷത്തോടെയാണോ അല്ലെങ്കിൽ അവർ നിങ്ങളോട് സന്തോഷത്തോടെയാണോ പെരുമാറുന്നത്, ഇങ്ങനെ കംപ്ലീറ്റ്ലി ഈ ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങൾ പോയിക്കൊണ്ടിരുന്നതെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇതിനകത്ത് കൂടുതൽ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ ആ ഒരു സിംഗിൾ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ മേ ബി ഇവർക്ക് പകരം ഏതെങ്കിലും തരത്തിലുള്ള റിക്വസ്റ്റുകൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് വേറെ വ്യക്തികളിൽ നിന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാവില്ല. കാരണം നിങ്ങളിപ്പോൾ നിങ്ങളെ മാത്രമാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ പലരുടെയും എനർജി ഈ ഒരു തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങളുടെ മാസ്റ്റർ എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങൾ കൂടുതലായിട്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യരുത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരിക്കലും ഈ ഒരു വ്യക്തി ഇഷ്ടമല്ല അല്ലെങ്കിൽ ഇവർ ഓർക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾ കുറച്ചും കൂടി നിങ്ങൾക്ക് തന്നെ ആ ഒരു പ്രഥമ പരിഗണന എന്ന് പറയുന്നത് പോലെ ആ ഒരു സംഭവം നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരിക്കലും ഇവർക്ക് പകരം ഒരാളെ റീപ്ലേസ് ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റൊരാളെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല. പക്ഷേ ഈ ഒരു പേഴ്സൺ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും പഴയതുപോലെ ഇവരുടെ പുറകെ കെഞ്ചി നടക്കാനോ അല്ലെങ്കിൽ ഇവരുടെ ഒരു മൂഡ് സ്വിങ്സ് എങ്ങനെയാണോ ആ ഒരു രീതിയിലേക്ക് പോവാം, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു ലെസ് കോൺടാക്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫിലാണ് പോകുന്നതെങ്കിൽ പോലും നിങ്ങളായിട്ട് ഇനിയിപ്പോൾ മെസ്സേജ് അയക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ സൈലൻ്റ് ആണെങ്കിൽ നിങ്ങളും സൈലൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ചിലപ്പോൾ നിങ്ങളായിരിക്കാം കൂടുതലും മെസ്സേജസ് അയക്കുക, അല്ലെങ്കിൽ എന്ത് പറ്റി എന്ന് വിചാരിച്ചിട്ട് അവരോടൊന്ന് മിണ്ടാൻ ചെല്ലുക, കൂടുതൽ കൺവിൻസ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇതെല്ലാം നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം നിർത്തിയിട്ട് ശാന്തമായിട്ടിരിക്കുകയായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സായിട്ട് നടത്തട്ടെ അല്ലെങ്കിൽ വരട്ടെ എന്നുള്ളൊരു രീതിയിലായിരിക്കും നിങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി അവരുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് തന്നെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നേരത്തെ അവർക്ക് കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട് പാസ്റ്റിൽ എന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പോൾ അതെല്ലാം കുറച്ചും കൂടി കൂടിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ മനസ്സാകെ എന്താ പറയുന്നത് ആകെ ആങ്സൈറ്റി ആയിട്ട് അല്ലെങ്കിൽ ഡിപ്രഷനിലായിട്ട് ആ ഒരു തരത്തിലേക്ക് മാറാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാടൊരു പ്രോബ്ലംസ് അവരെ അലട്ടുന്നുണ്ടാവാം, പല കാര്യങ്ങളിലും ക്ലിയർ കട്ടായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും മാനസികമായിട്ട് ഒരുപാട് സമ്മർദ്ദം ഈ ഒരു പേഴ്സൺ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ആ ഒരു തേർഡ് ഫാക്ടറുടെ ഒരു റീ എൻട്രിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് ഇപ്പോഴും ഇവരെ കുഴക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി റിക്കവർ ചെയ്ത് പോരാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരൊരു തടസ്സമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വന്നപ്പോൾ ഇവർ ഓഫ് കോഴ്സ് നിങ്ങളോടും കൂടി നല്ല രീതിയിൽ ആലോചിച്ച് എന്താണ് വേണ്ടത് എന്ന് ചെയ്യാതെ ആ ഒരു രീതിയിലേക്ക് മുന്നോട്ട് കിടക്കാതെ അവരവരുടേതായ ഇഷ്ടത്തിനകത്ത് അവർക്ക് തോന്നിയ കാര്യങ്ങൾ ചെയ്താണ് ഈ ഒരു റിലേഷൻഷിപ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുളമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവർ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക്
ഇതിൽ നിന്ന് പുറത്ത് കിടക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് ഉണ്ടായിരുന്നപ്പോൾ എന്താണോ അവരുടെ ഒരു ടെൻഷൻ, സ്ട്രെസ്സ്, അതിനേക്കാളും ഞാൻ പറഞ്ഞതുപോലെ ഇരട്ടിയായിട്ടുണ്ട് ഇപ്പോഴുള്ളവരുടെ അവസ്ഥ. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ കൂടുതലും ക്ലാരിഫിക്കേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ പറഞ്ഞ് ചെല്ലുമ്പോൾ ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ടാവാം, എന്നോട് കൂടുതൽ സംസാരിക്കരുത്, എനിക്ക് ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പരാതിയും കൂടി കേൾക്കാനുള്ള ഒരു അവസ്ഥയിലല്ല ഞാൻ എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവാം. അതായത് നിങ്ങളുടെ ഒരു ഇമോഷൻസിന് അത്രത്തോളം വാല്യൂ തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും ചിലപ്പോൾ ഇതൊന്നും ഷെയർ ചെയ്യാനായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ ഒരുപാട് പാനിക്കായിട്ടിരിക്കുന്ന ഒരു അവസരത്തിൽ അവർക്കൊരു ഹെൽപ്പ് മറ്റാരിൽ നിന്ന് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ ആ ഒരു സൊസൈറ്റിയിലുള്ള ഒരു പൊസിഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു നിലവാരം അനുസരിച്ചിട്ട് അവർക്ക് കൂടുതലായിട്ട് എല്ലാവരോടും ഓപ്പണായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുക, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കരഞ്ഞുകൊണ്ട് നടക്കുക, ഇതിനൊന്നും സാധിക്കണം എന്നുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഫാമിലിയുടെ തന്നെ ഒരു നെടുന്തൂണെന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു എനർജി ഈ ഒരു പേഴ്സൺ തന്നെയായിരിക്കും. അപ്പോഴും അവർക്ക് അവിടെ കൂടുതലായിട്ട് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സാധാരണ ഒരു വ്യക്തിയെ പോലെ പറഞ്ഞുകൊണ്ട് നടക്കാൻ സാധിക്കാത്ത ഒരു പേഴ്സൺ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റേതായിട്ടുള്ള എല്ലാ മാനസിക സമ്മർദ്ദങ്ങളും ഇവർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷനായിട്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഒരു സിറ്റുവേഷനും അതുപോലെ തന്നെ ഈ പറയുന്ന ആ ഒരു തേർഡ് പാർട്ടി എനർജിയും കൂടി വന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാതെ അവർ നിങ്ങളെ കൈവിട്ടിട്ട് ആ ഒരു സിറ്റുവേഷനിലേക്ക് പോയി, അല്ലെങ്കിൽ അവിടെ വന്നിട്ടുള്ള ആ ഒരു വ്യക്തികൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അനുസരിച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ബുദ്ധിമുട്ട് ഈ ഒരു പേഴ്സൺ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സഫർ ചെയ്ത് കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഇപ്പോഴും സ്റ്റിൽ അവർ സഫർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അവർ അന്ന് കാണിച്ചതിൻ്റെ ആ ഒരു പ്രത്യാഘാതം അവരിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ മനസ്സിൽ ഇപ്പോൾ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ വേണം നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ. ഒരാഗ്രഹവും ഇല്ല, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയില്ലെങ്കിൽ നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഡെഡാണ്. അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷകൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻസ് ഒക്കെയാണ് നമ്മളെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് ഇവരെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകം, അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള നിങ്ങളുടെ ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ എന്തായിരുന്നു നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിയുടെ ഇവരുടെ ലൈഫിനകത്തുള്ള റോൾ എന്നുള്ളൊരു കാര്യമൊക്കെ ഇവരിപ്പോഴാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അത്രത്തോളം അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വന്നിരിക്കുന്ന 2 ഡെക്സിനകത്തും തീർച്ചയായിട്ടും ആ ഒരു റീയൂണിയൻ പോസിബിലിറ്റി ഉള്ളൊരു സ്പ്രെഡ് തന്നെയാണ്. റീയൂണിയൻ പോസിബിലിറ്റി എന്ന് പറയേണ്ട ആവശ്യമില്ല, റീയൂണിയൻ സാധ്യമാകുന്ന ഒരു സ്പ്രെഡ് തന്നെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി അവരുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ട്രോമാസ് അവർ അനുഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ അവർ ചെയ്തതിൻ്റെ കർമാസ് ആയിരിക്കും അനുഭവിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടുള്ള ഒരു മൈൻഡ് ഗെയിമർ ആയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സാണ് ഇപ്പോൾ അവരുടെ അടുത്ത് മൈൻഡ് ഗെയിം കളിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് പല തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാക്കി അവരുടെ ലൈഫിനകത്ത് ഒരുപാട് ഒരു സ്ട്രെസ്സ്, നിങ്ങൾ അനുഭവിച്ച ഒരു സ്ട്രെസ്സ് അവരും തിരിച്ചനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ അവരവരുടെ ഒരു പ്രതീക്ഷയായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നത് നിങ്ങളും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പും തന്നെയാണ്. അതിലേക്ക് വരാനായിട്ട് തന്നെയാണ് ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു 2 ടെക്സ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റീയൂണിയൻ കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇവർ എന്തുണ്ടെങ്കിലും വരട്ടെ എന്ന് വിചാരിച്ച് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി ആയിട്ട് അവർക്ക് മാറാനായിട്ട് സാധിക്കും. ആ ഒരു ഫൂളിൻ്റെ എനർജി പോലെ ഫ്രം ദ വെരി ബിഗിനിങ് അവരിതിലേക്ക് വീണ്ടും എൻ്റർ ചെയ്യും എന്നുള്ളതാണ്. ചിലരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അവർക്ക് അവരുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് നേരിടാനുള്ള ഒരു സമയം എത്രയാണോ അത് കഴിഞ്ഞിട്ടായിരിക്കും വരാനായിട്ട് സാധിക്കുക. ചിലവർക്കാണെന്നുണ്ടെങ്കിൽ ആസ് സൂൺ ആസ് പോസിബിൾ എത്രയും വേഗം വരാനായിട്ടും സാധിക്കും. അപ്പോൾ ഈ ഒരു സ്പ്രെഡിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടേതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജീസ് ആണോ, നിങ്ങളുടെ റീഡിംഗ് ആണോ ഇത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും. എങ്കിൽ കൂടിയും ഇവിടെ നമുക്ക് ആ ഒരു തേർഡ് ഫാക്ടർ റീ എൻട്രി എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് വന്നിട്ടില്ല. അങ്ങനെ ഒരു സംഭവം വന്നിട്ട് ഇതിനകത്തൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. സോ അതുകൊണ്ട് നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് നവംബർ മന്താണ്. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ്, ലെറ്റർ എം, സെജിറ്റേറിയസ് സോഡിയക് സൈൻ, നമ്പർ 24, എറണാകുളം, കോഴിക്കോട്, മകം നക്ഷത്രം, ലെറ്റർ ടി, നമ്പർ 21, ലെറ്റർ W, ആയില്യം നക്ഷത്രം, ഡിസംബർ മന്ത്, മാർച്ച് മന്ത്, ഭരണി നക്ഷത്രം,
Letter B, Gemini zodiac sign, Cancer zodiac sign. Number 15, letter V. Number 1, August month. Letter F, letter Y, and finally തിരുവോണം നക്ഷത്രം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടേതാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് എത്തരത്തിലാണ് നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് ഉണ്ടായി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഡീവിയേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വന്നിട്ടുള്ളതെങ്കിലും നിങ്ങൾ അവരുമായിട്ടൊരു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.